നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്ത് മലയാളികൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തിയ ചടങ്ങിനിടെ SFI KSU വാക്കേറ്റം. നോക്കുകൂലി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അച്ഛനെയും മകളെയും മർദ്ദിച്ചതായി പരാതി അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാസംഗമം 2014 ക്രമക്കേട് അന്വേഷിക്കാൻ പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗമെത്തി. ആരോപണ വിധേയനിൽ നിന്നും പരാതിക്കാരനിൽ നിന്നും തെളിവെടുത്തു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ രംഗത്ത് മലയാളികൾ അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയേറെ അഭിമാനിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ അഭിമാനം അഹങ്കാരമായിട്ട് മാറുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സാധ്യതകളും നമ്മുടെ അവസരങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, ഈ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇല്ലെന്ന് തീർത്തു പറയാൻ സാധിക്കും. നമ്മൾ മനസ്സ് വച്ചാൽ കേരളം എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുള്ള സാധ്യതകളും അവസരങ്ങളും കേരളത്തിൽ ധാരാളമാണ്. മലയാളി മനസ്സുവെച്ചാൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് അന്തർദേശീയ തലത്തിൽ മികച്ച സ്ഥാനത്ത് എത്തുമെന്നും ഉമ്മൻചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ രംഗത്ത് സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുന്നേറാൻ മലയാളികൾക്ക് കഴിയണമെന്നും മനുഷ്യവിഭവശേഷി നാം കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ വൻ വിജയമാക്കി തീർത്ത സംഘാടകരെ മുഖ്യമന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മുരിങ്ങയുടെ ഔഷധ സാധ്യതകൾ വിവരിക്കുന്ന പ്രോജക്ട് തയ്യാറാക്കിയ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ അദ്ദേഹം വേദിയിൽ അഭിനന്ദിച്ചു. കോളേജിലെ ആദ്യകാല അധ്യാപകരായ പ്രൊഫസർ CP കൃഷ്ണപിള്ള, പ്രൊഫസർ KV വർഗീസ് എന്നിവരെ മുഖ്യമന്ത്രി ഉപഹാരം നൽകി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റമ്പാൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P ഡാനിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രോപൊലിത്ത, ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രോപൊലിത്ത, കൊഴുക്കുന്നിൽ സുരേഷ് MP, KB ഗണേഷ് കുമാർ MLA, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സുധാകരൻ, മൌണ്ട് താബോർ ഡയറ സെക്രട്ടറി ഫാദർ KV പോൾ, പ്രൊഫസർ CP കൃഷ്ണപിള്ള, KLDC ചെയർമാൻ ബെന്നി കക്കാട്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു K മാത്യു, ലോക്കൽ മാനേജർ ഫാദർ NJ കോശി, ടിജോ P തോമസ്, PC മാത്യു, ബാബു ജോർജ്, ഫാദർ ജേക്കബ് റോയ്, മാത്യു ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. ഒരേ വേദി പങ്കിട്ടപ്പോഴും അപരിചിതരെ പോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സ്ഥലം MLA KB ഗണേഷ് കുമാർ. 4 മാസത്തിനിടെ ആദ്യമായാണ് ഇരുവരും വേദി പങ്കിടുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിയും തമ്മിൽ നല്ല ബന്ധമല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. 4 മാസത്തിനിടെ ഇരുവരും ഒരേ വേദി പങ്കിടുന്നത് ഇതാദ്യം. തുടക്കം മുതൽ തന്നെ ഒരുമിച്ച് വേദി പങ്കിട്ട ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിയും പരസ്പരം നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തില്ല. ഉമ്മൻചാണ്ടിയും ഗണേഷ് കുമാറും പരസ്പരം സംസാരിക്കുന്നതും ഹസ്തദാനം ചെയ്യുന്നതുമൊക്കെ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും കാത്തിരുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ഒടുവിൽ നിരാശപ്പെടേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെത്തുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് റൂറൽ SPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് കാവലിലാണ് മുഖ്യമന്ത്രി ചടങ്ങിലെത്തിയത്. ചടങ്ങിനിടെ പുറത്ത് KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. SFI പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുമെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് റൂറൽ SPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഉദ്ഘാടന സ്ഥലത്ത് തടിച്ചുകൂടിയത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവന്ന ശേഷം SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ സമ്മേളന വേദിക്ക് മുന്നിൽ വാക്കേറ്റമുണ്ടായി. പരസ്പരമുള്ള വാക്കേറ്റം കയ്യേറ്റത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇരുവിഭാഗത്തിനും മധ്യേ പോലീസ് വലയം സൃഷ്ടിച്ചു. സ്ഥലത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിന്നു. ലൈവ് വാർത്ത പത്തനാപുരം. നോക്കുകൂലി ആവശ്യപ്പെട്ട് പിതാവിനെയും മകളെയും ഗ്രാമപഞ്ചായത്ത് അംഗം മർദ്ദിച്ചതായി പരാതി. AITUC നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സിബിൽ ബാബുവിന്റെ നേതൃത്വത്തിലുള്ളവരാണ് മർദ്ദിച്ചതെന്നാണ് കുറവൻതവളം സ്വദേശിയുടെ പരാതി. അതേസമയം
പരാതി അടിസ്ഥാനരഹിതമെന്ന് സിബിൽ ബാബു പ്രതികരിച്ചു. കുറവൻതാവളം സ്വദേശികളായ പി രാജു, രാജുവിന്റെ മകൾ എബി പി രാജു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പഞ്ചായത്ത് അംഗവും AITUC നേതാവുമായ സിബിൽ ബാബുവിന്റെ നേതൃത്വത്തിലെത്തിയവരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ വേസ്റ്റ് പ്ലാസ്റ്റിക് രാജു ലേലത്തിൽ പിടിച്ചിരുന്നു. പ്ലാസ്റ്റിക് ലോറിയിലേക്ക് കയറ്റാൻ തുടങ്ങിയതോടെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഫോണിൽ വിളിച്ച് 5000 രൂപ ആവശ്യപ്പെട്ടു അത്രേ. എന്നാൽ ഈ തുക നൽകാൻ രാജു തയ്യാറായില്ല. ഇതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് രാജുവിന്റെ ആരോപണം. ലോറിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കയറ്റാൻ ശ്രമിച്ചപ്പോൾ സിബിൽ ബാബുവിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം തടയുകയും 5000 രൂപ നോക്കുകൂലിയായി ആവശ്യപ്പെടുകയുമായിരുന്നു അത്രേ. ലോഡ് കയറ്റുന്നത് വൈകിയാൽ ലോറി വാടക ഇനത്തിൽ വലിയ തുക ലോറി തൊഴിലാളികളും ആവശ്യപ്പെട്ടതോടെ രാജുവും മകൾ എബിയും ചേർന്ന് ലോഡ് കയറ്റാൻ ശ്രമിച്ചു. ഇതിൽ പ്രകോപിതരായ സംഘം ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു അത്രേ. ഓഫീസിൽ നിന്ന് ഒരു വിളി വരുന്നു. അവരുടെ പാർട്ടിക്ക് സംഭാവനയായിട്ട് 5000 രൂപ കൊടുക്കണം. അനിമോൻ എന്ന വക്കീൽ വിളിച്ചു പറഞ്ഞ് അത് കൊടുത്തില്ലെങ്കിൽ കൈയും കാലും വിട്ടും അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഞങ്ങളത് കൊടുക്കാതിരുന്നപ്പം ലോറി വന്ന ലോറിക്കകത്ത് പ്ലാസ്റ്റിക് കയറ്റാനായിട്ട് ലോഡിങ്ങുകാർ CPMകാരും CITക്കാരും IMBCക്കാരും എല്ലാം റെഡിയായിട്ട് അവിടെ ലോഡ് കയറ്റാൻ വന്നു. അങ്ങനെ AITUCയുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സിബിൽ ബാബു എന്ന് പറഞ്ഞ് കയറ്റ ഒക്കത്തില്ല, 5000 രൂപ അവന് നോക്കുകൂലി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വിളിച്ച് പാർട്ടി ഓഫീസിൽ വിളിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് 5000 രൂപ കെട്ടിവെച്ച് അതിൽ രസീതായി കാണിച്ചത്. രസീത് കാണിച്ചില്ലായിരുന്നു. രസീത് കാണിച്ച് അതുകൂടാതെ അവന് നോക്കൂലി വേണമെന്ന് പറഞ്ഞാൽ അവൻ 6 മണി വരെ ലോഡ് കയറ്റാതെ വണ്ടി ഇട്ടത്. അന്നേരം വണ്ടിക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് 12000 രൂപ 16000 രൂപ ഞങ്ങൾക്ക് അവിടെ വണ്ടി വാടക കൊണ്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെ പോയി പ്ലാസ്റ്റിക് കയറ്റാൻ തുടങ്ങിയപ്പോൾ അമ്മ ഓടി വന്ന് ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറാണ് ആദ്യം എൻ്റെ ഇങ്ങനെ അടിക്കുന്നത്. അടിച്ച് അത് കഴിഞ്ഞ് ലാലായി എന്ന് പറയുന്നവനും അടിച്ച്. അങ്ങനെ അവരെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും മാറി മാറി അടിച്ച് ഞാൻ തറയിൽ വീണ് എൻ്റെ മൂക്കിൽ കൂടെ രക്തം മാറുന്നതായി. ഒതുങ്ങിയപ്പം എൻ്റെ മോള് പോയി വണ്ടി വിളിച്ച് പോകുന്ന രാഷ്ട്രീയമുണ്ട്. ആ വണ്ടി വിളിച്ച് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി പോകാനൊക്കത്തിൽ മുഴുവൻ വണ്ടി തിരിച്ചു വിട്ടാൽ വെച്ച് എൻ്റെ മോളെ കണ്ടവനെ ഉപദ്രവിച്ചു. ആവില്ല അതിനാക്കി ചവിട്ടി. പഞ്ചായത്ത് മെമ്പറായ സിബിലും അവൻ്റെ മറ്റുള്ളവരും ചേർന്നാണ് പ്രസന്നൻ, അഭിലാഷ്, മനോജ്, മാത്യു ഇവരും കൂടി ചേർന്നാണ് എന്നെയും പിതാവിനെയും ലോഡിങ് തർക്കത്തിൽ അടിച്ച അവസ്ഥയായത്. എൻ്റെ പപ്പയുടെ ചിലവിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ കുറവന്താവളം നാട്ടിലാണ് എൻ്റെ പപ്പ ജോലി. പപ്പ തരുന്ന തുച്ഛമായ ചെലവിലാണ് ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞുകൂടി പോകുന്നത്. അതേസമയം ട്രേഡ് യൂണിയനുകളെ ലോഡ് കയറ്റാൻ അനുവദിക്കാതെ രാജു സ്വന്തമായി ലോഡ് കയറ്റുന്നതറിഞ്ഞ് അന്വേഷിക്കാനെത്തിയ യൂണിയൻ നേതാക്കളെയും പ്രവർത്തകരെയും യഥാർത്ഥ കരാറുകാരനായ മലപ്പുറം സ്വദേശിയും രാജുവും ആക്രമിച്ചുവെന്നാണ് സിബിൽ പറയുന്നത്. രാജു കേവലം ബിനാമി മാത്രമാണെന്നും യഥാർത്ഥ കരാറുകാരൻ മലപ്പുറം സ്വദേശിയാണെന്നും ഇവർ ഇരുവരും ചേർന്ന് കത്തിയൂരി വീശി യൂണിയൻ പ്രവർത്തകരെ ഭയപ്പെടുത്തിയതായും സിബിൽ പറഞ്ഞു. ഇത് തടയാൻ ശ്രമിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും സിബിൽ കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് നിന്ന് വന്ന ഒരു കോൺട്രാക്ടറെ ബിനാമിയായിട്ട് നിന്ന രാജുവും മലപ്പുറത്ത് നിന്ന് കോൺട്രാക്ടറും വണ്ടിയുടെ ലോറിയായിട്ട് വന്ന വണ്ടിയുടെ കിളിയും ആ ലോറിയുടെ ഡ്രൈവറും ചേർന്നുകൊണ്ട് ഇവിടെ തൊഴിലാളികൾ ചെയ്യേണ്ട ലോഡ് ഇവിടെ ഏകദേശം ഒരു 7 ട്രേഡ് യൂണിയൻ ലോഡിംഗ് ട്രേഡ് യൂണിയനായിട്ട് 7 ലോഡിംഗ് ട്രേഡ് യൂണിയൻ ഉണ്ട്. ഇവർ ചെയ്യേണ്ട ലോഡ് 126 ലോഡിംഗ് തൊഴിലാളികൾ ലേബർ കാർഡുള്ള 126 ലോഡിംഗ് കാർഡുള്ള തൊഴിലാളികളുണ്ട്. ഇവർ ചെയ്യേണ്ട ലോഡ് ഈ പറയുന്ന കോൺട്രാക്ടറും രാജുവും അതുപോലെ തന്നെ ഈ മലപ്പുറം കാരനായ കോൺട്രാക്ടറും രാജുവും ഈ പറയുന്ന ലോറിയുടെ ഡ്രൈവറും കിളിയും കൂടെ ചേർന്ന് ചെയ്യുകയും അത് ചോദ്യം ചെയ്യാൻ വന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും തൊഴിലാളികളെയും മലപ്പുറത്ത് നിന്ന് വന്ന കോൺട്രാക്ടർ കത്തികൊണ്ടും വെട്ടുകത്തി കൊണ്ടും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും ഈ പറയുന്ന തൊഴിലാളികളെയും അടക്കം മർദ്ദിക്കുകയും തൊഴിലാളികളെ കുത്തുവാൻ കത്തിയെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഈ ലോഡ് ഇന്ന് ഞങ്ങൾ തടയുക ഉണ്ടായത്. ലൈവ് വാർത്ത പുനലൂർ. KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 20 ബസ് ദിനമായി ആചരിച്ചു. KSRTCയുടെ ആദ്യ ബസ് യാത്രയുടെ ഓർമ്മ പുതുക്കിയാണ് 77ാം വാർഷികം ബസ് ദിനമായി ആചരിച്ചത്. പുനലൂർ KSRTC ഡിപ്പോയിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. 1965 ഇത് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ 38 പ്രവർത്തനം ആരംഭിച്ച KSRTC ഇന്ന് 77 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് KSRTCക്ക് വളരെയേറെ പുരോഗതി വന്നിട്ടുണ്ട്. ആ പുരോഗതി വന്നത്
ജീവനക്കാരുടെ സംസ്ഥാനത്തൊട്ടാകെയുള്ള KSRTC ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും പരിശ്രമവും കൊണ്ടാണെന്നുള്ളതായി നാം ഓർക്കണം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ പുനലൂർ യൂണിറ്റ് പ്രസിഡന്റ് വി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. എസ് ബിജു, PS ചെറിയാൻ, N ബിജു, NP ജോൺ, മിനി മധുകുമാർ, പിറവന്തൂർ സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ടൗൺ സർവീസ് ബസിൽ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളുമായി ആദ്യ സർവീസിനെ അനുസ്മരിപ്പിച്ച് യാത്രയും നടത്തി. 1938 ഫെബ്രുവരി 20 തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കവടിയാറിലേക്ക് ആദ്യ ബസ് സർവീസ് നടത്തിയത്. ഇത് കേരളത്തിൽ ഒരു പുതിയ ഗതാഗത സമ്പ്രദായത്തിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ 77 വർഷങ്ങൾ കൊണ്ട് പൊതുഗതാഗത രംഗത്ത് വിസ്മയകരമായ മാറ്റം വരുത്തുവാൻ KSRTCക്ക് കഴിഞ്ഞു. അതിന്റെ സ്മരണ പുതുക്കിയാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ബസ് യാത്ര സംഘടിപ്പിച്ചത്. ലൈവ് വാർത്ത പുനലൂർ. അസോസിയേഷൻ ഓഫ് മോട്ടോർ മൊബൈൽ വർക്ക്ഷോപ്പ് കേരള പുനലൂർ യൂണിയന്റെ 22ാമത് വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പാളയം ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാ നിയമങ്ങളും വൻകിട കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളെല്ലാം രൂപീകരിച്ചു വരുന്നത്. അവർ അധികാരത്തിൽ വരുമ്പോൾ പറയും തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ടുപിടിക്കാൻ വന്നു എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നടത്തുന്ന ചെറുകിട വർക്ക്ഷോപ്പുകളായാലും ശരി, പെട്ടിക്കടകളായാലും ശരി, ഹോട്ടലുകളായാലും ശരി, ആശുപത്രികളായാലും ശരി, അങ്ങനെ സമസ്ത മേഖലകളിലും നടത്തി വരുന്ന ചെറുകിട സ്ഥാപനങ്ങളെ എങ്ങനെ പൂട്ടിക്കാം എന്നാണ് അവരുടെ നിയമനിർമ്മാണ സഭകളിൽ ആലോചിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് PM ഷാബി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബാബുരാജ് സ്വാഗതം പറഞ്ഞു. സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുശീലൻ പരവൂർ, ജില്ലാ സെക്രട്ടറി OP ദിലീപ് കുമാർ, അനിമോൻ, വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാസംഗമം 2014 ക്രമക്കേട് അന്വേഷിക്കുന്നതിനായി പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗം തെളിവെടുപ്പിനെത്തി. വെൽഫെയർ പാർട്ടി നേതാവ് വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. 2014 കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച പ്രതിഭാസംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുഭിലാഷ് കുമാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കാട്ടി വിജിലൻസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗം കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. 2014 പ്രതിഭാസംഗമത്തിന്റെ മറവിൽ സുഭിലാഷ് കുമാർ തന്റെ ഔദ്യോഗിക ലെറ്റർ പാഡ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുവത്രേ. എന്നാൽ ഇവയൊന്നും കണക്കിൽ കാണിച്ചിട്ടില്ല എന്ന് കാട്ടി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷെഫീഖ് ചോഴിയക്കോട് കൊല്ലം വിജിലൻസ് എസ്പിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഓഡിറ്റിംഗ് വിഭാഗം തെളിവെടുപ്പ് നടത്തിയത്. 11 മണിയോടെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സംഘം പരാതിക്കാരനായ ഷെഫീഖിൽ നിന്നുമാണ് ആദ്യം തെളിവുകൾ ശേഖരിച്ചത്. പിന്നീട് ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പരിശോധിച്ചു. ആരോപണ വിധേയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ, പ്രതിഭാസംഗമം നടത്തിപ്പിന്റെ ചുമതലയുള്ള ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. വൈകുന്നേരത്തോടെയാണ് തെളിവെടുപ്പ് സംഘം മടങ്ങിയത്. അതേസമയം ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുള്ളതായി സംശയിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ പ്രതികരിച്ചു. ഇവിടുത്തെ ഏത് സംവിധാനത്തോടും നിയമ സംവിധാനത്തോടും അത് എനിക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണെങ്കിലും അനുകൂലമായിട്ട് വരുന്നതാണെങ്കിലും ആ വിധികളോട് എനിക്ക് പൂർണ്ണ ബഹുമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഏത് വിധിയും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇതുവരെയും ആക്ഷേപങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തേജോവധം ചെയ്യുക, രാഷ്ട്രീയമായി ഭാവി ഇല്ലാതാക്കുക, സത്യസന്ധമായി ജനങ്ങളെ നോക്കിക്കാണുന്ന എന്നെ അവരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നെനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓംബുഡ്സ്മാൻ തള്ളിയ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നും സുഭിലാഷ് കുമാർ ആരോപിച്ചു. ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ അതിന്റെ ആ പരിപാടിയുടെ കാര്യഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരം ജനകീയ കോടതികളിലും ഇത്തരം കോടതികളിലും നിന്ന് ഒഴിവാക്കപ്പെടുന്ന കേസുകളും അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന വാദഗതികളും പാടെ തള്ളിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇതിന്റെ പുറകിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് DSPക്ക് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് DSP പെർഫോമൻസ് ഓഡിറ്റിലേക്ക് പരാതി കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസ് ഓഡിറ്റിൽ നിന്ന് ഞങ്ങളുടെ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം 20-ാം തീയതി ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗ് നടത്തുകയും ഞങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഹിയറിംഗ് കേട്ടു. അതിനുശേഷം പോയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ അഴിമതി കേസിൽ പിടിക്കാൻ പോവുകയാണെന്നും ഒക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ വലിയ അളവിൽ പ്രചരിപ്പിക്കുക, നിരന്തരമായ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഈ കഴിഞ്ഞ 4.5 വർഷമായി യാതൊരു ആക്ഷേപങ്ങളും കേൾക്കാത്ത രീതിയിൽ ഈ പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ.
ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി കെ.എം. മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ പത്തനാപുരത്ത് പ്രകടനം നടത്തി. പത്തനാപുരം നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ചെയർമാൻ കെ.എം. മാണിയെ പ്രതിപക്ഷ പാർട്ടികൾ കള്ളപ്രചാരണത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, നിയോജകമണ്ഡലം പ്രസിഡന്റ് എം. അബ്ദുൾ റഹ്മാൻ, കെ. അനിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇന്ത്യൻ ബാങ്കിന്റെ പട്ടാഴി കടുവാത്തോടുള്ള ATM കൌണ്ടറിൽ യുവതികളെ അപമാനിച്ചതായുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് ബാങ്ക് മാനേജർ അനിൽകുമാർ. ATM കൌണ്ടറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാകുമെന്നും അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ 18-ന് പകൽ 11:30 ഇന്ത്യൻ ബാങ്കിന്റെ പട്ടാഴി വടക്കേക്കര ശാഖയിൽ ATM ക്യാബിനിൽ വെച്ച് 2 യുവതികളെ താൻ അപമാനിച്ചതായുള്ള ആരോപണം കെട്ടിച്ചമച്ചതും വസ്തുതാവിരുദ്ധവുമാണെന്ന് ബാങ്ക് മാനേജർ സി അനിൽകുമാർ പറഞ്ഞു. യുവതികൾ പത്തനാപുരം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് കളവാണെന്നും ബാങ്ക് മാനേജർ പറഞ്ഞു. പെൺകുട്ടികൾ ബാങ്കിന് കളങ്കം വരുത്തിയതായും ATM സംവിധാനം ദുരുപയോഗം ചെയ്തതായും ആരോപിച്ച് ഇന്ത്യൻ ബാങ്ക് അധികൃതർ പത്തനാപുരം പോലീസിലും ബാങ്കിന്റെ മേലധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും മാനേജർ അനിൽകുമാർ കൂട്ടിച്ചേർത്തു. ബാങ്കിന്റെ ATM ക്യാബിനിൽ സംഭവിച്ചത് എന്താണെന്നറിയാൻ CCTV ദൃശ്യം പരിശോധിക്കാമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു. ഒരു 3 പെൺകുട്ടികൾ ATM-നകത്ത് കടന്നു വരികയും അവര് കൂട്ടത്തോടെ അവിടെ നിന്നിട്ട് ഒരു 10ഓളം കാർഡുകൾ വെച്ചിട്ട് മാറി മാറി ATM ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ചേംബറിലുള്ള CCTV വഴി ഞാൻ കാണുന്നുണ്ട്. കുറേ നേരം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് സംശയാസ്പദമായ നീക്കങ്ങളിലേക്കാണ്. ATM കാർഡുകൾ ഒരു ആൾക്ക് ഒരു കാർഡ് മാത്രവും ഒരു സമയത്ത് ATM-ൽ ഒരാൾ മാത്രം കയറണം എന്ന നിയമമിരിക്കെ 3 പേർ നിൽക്കുകയും 10ഓളം കാർഡുകൾ വെച്ച് അവർ ഉപയോഗിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ സംശയാസ്പദം കണ്ടത് ഉടൻ തന്നെ ഞാൻ ATM ഓഫീസർക്ക് പറഞ്ഞിട്ട് നേരെ ATM-ലേക്ക് പോയി അവിടെ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെടുത്ത് ഒഴികെ ബാക്കി കണ്ടു നിൽക്കുന്ന 2 കുട്ടികളോടായി പറഞ്ഞു, നിങ്ങൾ പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ അതിലൊരു കുട്ടി പെട്ടെന്ന് പുറത്ത് പോവുകയും മറ്റ് 2 കുട്ടികൾ അവിടെ നിൽക്കുകയും അത് അവർ വളരെ സഭ്യമല്ലാത്ത രീതിയിൽ വളരെ അവരുടെ അച്ചവടം പ്രായമുള്ള എൻ്റെ അടുത്ത് വളരെ മോശമായി സംസാരിക്കുകയും ഞാൻ എന്നിട്ടും അത് കേട്ടോടി ഞാൻ അവരടുത്ത് തീർത്തും പറഞ്ഞു, ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വാങ്ങിക്കാനും പുറത്ത് ഏകദേശം അന്നേരം ഒരു 10-12 പേരോളം ATM എടുക്കാനായിട്ട് സ്ത്രീകളും പുരുഷന്മാരും നിൽപ്പുണ്ടായിരുന്നു. അവസാനം ഇവരെ 3 പേരും കൂടെ എന്നെ ഈ ബാങ്കിനെതിരെ ഒരുപാട് അസഭ്യവും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് നേരെ അടുത്ത ആളുകൾ വീണ്ടും ATM കാർഡ് ഉപയോഗിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ ബാങ്കിന്റെ ഈ CCTV-യുടെ ദൃശ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അതിനത് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുട്ടികളെ ATM-ലിട്ട് പൂട്ടിയോ അതെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് പബ്ലിക്കിനെ സെർവ് ചെയ്യാനാണ് വരുന്നത്, അല്ലാതെ ഉപദ്രവിക്കുന്ന ആളുകളല്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ബാങ്കിന്റെ വളർച്ചയും നിലനിൽപ്പും. ഇത് ഞങ്ങളെ തേജോവധം ചെയ്യുകയും ബാങ്കിനെ തേജോവധം ചെയ്യും. അതിലുപരി ഞങ്ങളുടെയൊക്കെ ജീവിതത്തെയും ഞങ്ങളുമൊക്കെ കുടുംബമായിട്ട് കഴിയുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഈ തെറ്റിദ്ധാരണജനകമായ അല്ലെങ്കിൽ കളങ്കരഹിതമായ കളങ്കമായ കാര്യങ്ങൾ ദയവായി നിർത്തണമെന്നാണ്. ലൈവ് വാർത്ത, പത്തനാപുരം. രക്താർബുദം ബാധിച്ച 5 വയസ്സുകാരിയായ മകളുടെ ചികിത്സാ ചെലവിനായി നട്ടം തിരികെയാണ് ആറ്റിങ്ങൽ സ്വദേശികളായ സുനിലും ഭാര്യ ബിന്ദുവും. മകളുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഇവർ. ആറ്റിങ്ങൽ വഞ്ചിയൂർ പട്ല നെടിയവള വീട്ടിൽ സുനിൽ ബിന്ദു ദമ്പതികളുടെ മകൾ നയന 2 വർഷമായി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. തിരുവനന്തപുരം RCC-യിലെ ചികിത്സയിലായിരുന്നു ഇതുവരെ. നയനയെ തുടർ ചികിത്സയ്ക്കായി വെല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. 30 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയുടെ ചെലവ്. എന്നാൽ ഈ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് സുനിലും ബിന്ദുവും. 2.5 വർഷത്തേക്കാണ് ചികിത്സ പറഞ്ഞിരുന്നത്. അതിന്റെ ഇടയ്ക്ക് വെച്ച് അസുഖം അടുത്ത് അങ്ങനെ വെല്ലൂരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് 30 ലക്ഷം രൂപയോളം ചെലവ് വരും. കൂലിപ്പണിക്കാരനായ സുനിലിന്റെ ശമ്പളം ദിവസേനയുള്ള മരുന്നിനും വീട്ടുചെലവിനും പോലും തികയാറില്ല. നയനയുടെയും മൂത്തമകൾ 9 വയസ്സുകാരി നന്ദനയുടെയും പഠനച്ചെലവിനുള്ള പണവും ഈ തുച്ഛ വരുമാനത്തിൽ നിന്ന് തന്നെ വേണം കണ്ടെത്താൻ. ബിന്ദുവിന്റെ മാതാവും മുത്തശ്ശിയും സുനിലിന്റെ സംരക്ഷണയിലാണ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഇത്രയും വലിയ തുക കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാത്ത ഈ കുടുംബം സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. ബിന്ദുവിന്റെയും സുനിലിന്റെയും പേരിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ആറ്റിങ്ങൽ ആലങ്കോട് ശാഖയിൽ ജോയിന്റ് അക്കൌണ്ടും തുറന്നിട്ടുണ്ട്. അക്കൌണ്ട് നമ്പർ 11220100121220. ലൈവ് വാർത്ത, കടയ്ക്കൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ രംഗത്ത് മലയാളികൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തിയ ചടങ്ങിനിടെ SFI KSU വാക്കേറ്റം. നോക്കുകൂലി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അച്ഛനെയും മകളെയും മർദ്ദിച്ചതായി പരാതി അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം 2014 ക്രമക്കേട് അന്വേഷിക്കാൻ പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗമെത്തി. ആരോപണ വിധേയനിൽ നിന്നും പരാതിക്കാരനിൽ നിന്നും തെളിവെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.